പണ്ട് കാനാൻ ദേശത്ത് യാക്കോബ് എന്നു പേരുള്ള ഒരച്ഛനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരുപാട് മക്കളുണ്ടായിരുന്നു. പക്ഷേ ജോസഫിനെ അദ്ദേഹത്തിന് വലിയ ഇഷ്ടമായിരുന്നു. സോഫിയ പറഞ്ഞു തുടങ്ങി. ജോസഫിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ അച്ഛൻ അവന് മഴവില്ലിന്റെ നിറങ്ങളുള്ള വളരെ മനോഹരമായ ഒരു കുപ്പായം തുന്നിക്കൊടുത്തു. ആ കുപ്പായം അണിഞ്ഞു നിൽക്കുമ്പോൾ ജോസഫിനെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. ജോസഫിന്റെ ചേട്ടന്മാർക്ക് ആ കുപ്പായം കണ്ടപ്പോൾ അല്പം കുശുമ്പ് തോന്നി. ഇതിനിടയിൽ ജോസഫ് താൻ കണ്ട ഒരു സ്വപ്നം അവരോട് പറഞ്ഞു. നമ്മൾ വയലിൽ കറ്റകൾ കെട്ടുകയായിരുന്നു. അപ്പോൾ എന്റെ കറ്റ എഴുന്നേറ്റ് നിന്നു. നിങ്ങളുടെ കറ്റകൾ എന്നെ വണങ്ങി എന്ന് അവൻ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ചേട്ടന്മാർക്ക് അവനോട് ദേഷ്യം കൂടി. ഒരു ദിവസം ചേട്ടന്മാർ ദേഷ്യം മൂത്ത് ജോസഫിനെ ഒരു പഴയ കിണറ്റിൽ ഇറക്കിവിട്ടു. ജോസഫ് പേടിച്ചുപോയി. അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം അവനെ കൈവിട്ടില്ല. അപ്പോഴേക്കും അവിടേക്ക് വ്യാപാരികളെത്തി. അവർ ജോസഫിനെ കിണറ്റിൽ നിന്ന് പുറത്തെടുത്തു. ചേട്ടന്മാർ അവനെ ആ വ്യാപാരികൾക്ക് വിൽക്കുകയാണ് ചെയ്തത്. വ്യാപാരികൾ ജോസഫിനെ ഈജിപ്ത് എന്ന വലിയ രാജ്യത്തേക്ക് കൊണ്ടുപോയി. അവിടെ ജോസഫിന് തന്റെ കുടുംബത്തെയും അച്ഛനെയും വിട്ടുനിൽക്കേണ്ടി വന്നതിൽ സങ്കടമുണ്ടായിരുന്നു. എങ്കിലും അവൻ അവിടെ കഠിനാധ്വാനം ചെയ്തു. അവൻ സത്യസന്ധനായതുകൊണ്ട് അവിടുത്തെ ഉദ്യോഗസ്ഥർക്കെല്ലാം അവനെ വലിയ ഇഷ്ടമായി. എവിടെയായിരുന്നാലും ദൈവം കൂടെയുണ്ടെന്ന് അവൻ വിശ്വസിച്ചു. വർഷങ്ങൾ കടന്നുപോയി. ഒരിക്കൽ ഈജിപ്തിലെ രാജാവായ ഫറവോൻ ഒരു വിചിത്രമായ സ്വപ്നം കണ്ടു. ആർക്കും അതിന്റെ അർത്ഥം പറഞ്ഞുകൊടുക്കാൻ കഴിഞ്ഞില്ല. ഒടുവിൽ ജോസഫിനെ രാജാവിന്റെ അടുത്തേക്ക് വിളിച്ചു. വരാനിരിക്കുന്ന 7 വർഷം ഈ നാട്ടിൽ ഇഷ്ടംപോലെ ഭക്ഷണമുണ്ടാകും. പക്ഷേ അത് കഴിഞ്ഞാൽ വലിയൊരു ക്ഷാമം വരും എന്ന് ജോസഫ് രാജാവിനോട് പറഞ്ഞു. ജോസഫിന്റെ ബുദ്ധിശക്തി കണ്ടപ്പോൾ രാജാവിന് വലിയ സന്തോഷമായി. രാജാവ് അവനെ ഈജിപ്തിലെ ഏറ്റവും വലിയ ഉദ്യോഗസ്ഥനാക്കി. ജോസഫ് ഭക്ഷണം ധാരാളമായി ലഭിച്ച വർഷങ്ങളിൽ അതെല്ലാം വലിയ കലവറകളിൽ സൂക്ഷിച്ചുവെച്ചു. ക്ഷാമം വന്നപ്പോൾ ജനങ്ങൾക്ക് കൊടുക്കാൻ ജോസഫിന്റെ കയ്യിൽ നിറയെ ഭക്ഷണമുണ്ടായിരുന്നു. ദൂരെയുള്ള കാനാൻ ദേശത്തും ഭക്ഷണം തീർന്നുപോയി. ജോസഫിന്റെ അച്ഛൻ ഭക്ഷണത്തിനായി മക്കളെ ഈജിപ്തിലേക്ക് അയച്ചു. അവർ ജോസഫിന്റെ മുന്നിലെത്തി വണങ്ങി. വർഷങ്ങൾക്ക് ശേഷം കണ്ടതുകൊണ്ട് ചേട്ടന്മാർക്ക് ജോസഫിനെ മനസ്സിലായില്ല. തന്റെ അനുജനായ ബെന്യാമിനെ കണ്ടപ്പോൾ ജോസഫിന്റെ കണ്ണ് നിറഞ്ഞുപോയി. ഒടുവിൽ ജോസഫ് കരഞ്ഞുകൊണ്ട് താൻ ആരാണെന്ന് വെളിപ്പെടുത്തി. ഞാൻ നിങ്ങളുടെ അനുജൻ ജോസഫാണ് എന്ന് അവൻ പറഞ്ഞു. ചേട്ടന്മാർ പേടിച്ചുപോയി. പക്ഷെ ജോസഫ് അവരോട് ക്ഷമിച്ചു. അവൻ തന്റെ അച്ഛനായ യാക്കോബിനെ ഈജിപ്തിലേക്ക് വരുത്തി. അച്ഛനും മകനും വർഷങ്ങൾക്ക് ശേഷം കെട്ടിപ്പിടിച്ചു. കുറെ നേരം കരഞ്ഞു. ആ കുടുംബം വീണ്ടും സന്തോഷത്തിലായി. കഥ കഴിഞ്ഞു മകനെ, സോഫിയ പറഞ്ഞു. മറ്റുള്ളവർ നമ്മോട് തെറ്റ് ചെയ്താലും അവരോട് ക്ഷമിക്കണമെന്നാണ് ജോസഫ് നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവം എപ്പോഴും നല്ലവരുടെ കൂടെയുണ്ടാകും. ബെൻസൺ അമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അമ്മേ, ഞാനും ജോസഫിനെ പോലെ മിടുക്കനാകും. അവൻ മെല്ലെ ഉറക്കത്തിലേക്ക് വഴുതി വീണു.